അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ബ്രെഡ് വെച്ചിട്ടൊരു റെസിപ്പി ആട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. തന്നെ നമുക്ക് ഈ ബ്രെഡിലേക്ക് ബട്ടർ തേക്കണം കേട്ടോ. ബോത്ത് സൈഡും ബട്ടർ തേക്കാം. അപ്പം ഞാനിപ്പോൾ അതൊന്ന് തേക്കട്ടെ കേട്ടോ. ബട്ടർ മെൽട്ടാവാൻ വേണ്ടി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ സൈഡ് 4 ബ്രെഡിനും ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് മറിച്ചിട്ടിട്ട് അപ്പുറത്തും കൂടി ഞാൻ ബട്ടർ അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ അതേ പുറത്തെ സൈഡിൽ ഞാൻ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു സോസാണ് ബ്രഷ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതാ ഷെയ്സ്വാൻ ചട്നി എന്ന് പറയും. ഇത് മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഞാനിത് റിലയൻസിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ഷെയ്സ്വാൻ ചട്നിയാണ് കേട്ടോ. ഇതിനകത്ത് പിസ്സയ്ക്ക് ഇടുന്ന ഒരു ഇതാണിത്. ഇത് ഷെയ്സ്വാൻ സോസ് എന്നും ഉണ്ട് കേട്ടോ. ഇതിപ്പം എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ട്. ഞാനിപ്പം ചട്നി ആയിട്ടിരിക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ. ഞാനിത് 4ലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ മേലെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇതാട്ടോ ചീസ്. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതാണിത് എല്ലാത്തിലും ഒന്ന് ഇടട്ടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാത്തിലും ആ ചീസ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ സവാള ഇങ്ങനെ നടുക്ക് ഇങ്ങനെ അരിഞ്ഞതാട്ടോ ഇത്. അത് ഞാൻ ഈ നടുക്ക് വയ്ക്കുകയാണേ. ഓക്കെ, ഞാനിപ്പോൾ അത് 4 നടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ബ്ലോക്ക് ചീസ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണേ. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ ചീസൊന്ന് ഇടുവാണേ. പൊടിഞ്ഞു പോകും. ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ. എല്ലായിടത്തും 4 പീസിലും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഈ സവാളയുടെ അത് എടുത്ത പോലെ തന്നെ ഇത് ഞാനൊന്ന് റൗണ്ടായിട്ട് എടുത്തു കേട്ടോ. ഇതിൻ്റെ മീതെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഞാൻ ഇതേ ഒരു ക്യാപ്സിക്കം ഉണ്ടോ, പച്ച ക്യാപ്സിക്കം ഇതേപോലെ നൂല് പോലെ അരിഞ്ഞിട്ട് അതൊന്ന് ഔട്ട്ലൈൻ പോലെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഇതാ സീസണിങ് ആണ് കേട്ടോ. ചിക്കൻ ഗ്രില്ലിൻ്റെ സീസണിങ് ആണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവാം കേട്ടോ. ഇനിയുള്ളത് ചില്ലി ഫ്ലേക്സ് ആട്ടോ. അത് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാനതെല്ലാത്തിലും ചില്ലി ഫ്ലേക്സും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് കുരുമുളക് പൊടിയാട്ടോ. അത് ഞാൻ അതുപോലെ തന്നെ ഒരിത്തിരി എല്ലാത്തിലും ഇടുവാണേ. ഇതാ ഫൈനലി ഞാൻ കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ഇനി ഞാനൊന്ന് സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ കേട്ടോ. ചൂടായിട്ടുണ്ട് കേട്ടോ.
വളരെ സിമ്മിലാട്ടോ ഇട്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാനിത് ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ പിന്നെ പാൻ ചൂടായപ്പം പാനിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 to 7 minutes ഇത് ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് മൂടി വയ്ക്കാൻ പോവുകയാണേ. മൂടി വെച്ചു കേട്ടോ. ഒരു 5 minute തുടങ്ങി 6, 7, 7 minute വരെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതാ ഒരു 6 minute ആയിട്ടോ. അപ്പോൾ ഞാനിത് തുറക്കുവാണേ. അങ്ങനെ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡിയായി. ഇനി ഞാനതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ബ്രെഡ് പിസ്സ ഞാനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ആസ് യൂഷ്വൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.